ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യക്കൊക്കെ വെക്കുന്ന വൈറ്റ് കളറുള്ള പൊട്ടറ്റോ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് നീളനെ നടുവേ കീറിയതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 ഗ്ലാസോളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. 2 വിസിൽ വരുന്നത് വരെ നമുക്കിനി കുക്കർ മൂടി വെച്ച് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവോള നീളനരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉരുളൻകിഴങ്ങ് സ്റ്റൂവിൽ സവോളയൊക്കെ കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 4 പച്ചമുളക് നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തതാണ്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് സവോളൊക്കെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവോള വളരെ അധികം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയാൽ മതി. വളരെയധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കൂടിപ്പോരുത്. കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ സ്റ്റൂവിന് ആ ഒരു വൈറ്റ് കളർ കിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു പരിവാകുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കുറേ അധികം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം മാറ്റിയതിന് ശേഷം ചേർക്കാൻ പാടുള്ളൂ, കാരണം കറി ഭയങ്കരമായിട്ട് ലൂസായി പോവും. കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കറി പതുക്കെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1.5 ഗ്ലാസ് നാളികേരപ്പാൽ, 2ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് സ്റ്റൂ തയ്യാറാക്കാനായിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്ത് അതിൻ്റെ പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ച് കുറുകി കഴിയുമ്പോഴാണ് ആ ഒരു കറക്റ്റ് പൊട്ടറ്റോ സ്റ്റൂവിൻ്റെ ടെക്സ്ചറും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാലാണ്, 1/4 ഗ്ലാസ് 1ാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കറി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അധിക നേരം ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ മീതെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്റ്റൂ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നല്ല ഒരു സെമി ഗ്രേവി തിക്നെസ്സിലായിരിക്കും ഇത് കിട്ടാൻ നമുക്ക്. ഇനി കുറച്ച് നേരം കൂടിയും കഴിയുമ്പോൾ ഇതൊന്നുകൂടെ കട്ടിയായിട്ട് വരും. മാത്രമല്ല, നമ്മൾ ഈ സ്റ്റൂവിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മസാലപ്പൊടിയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി മാത്രമാണ് നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നത്. കുരുമുളക് പൊടി പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. പിന്നെ ഉരുളൻകിഴങ്ങ് അതിൽ വെന്തുടഞ്ഞ് കിടക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ ഓണം സ്പെഷ്യൽ പൊട്ടറ്റോ സ്റ്റൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഈ ഒരു പൊട്ടറ്റോ സ്റ്റൂ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി പ്രസ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.